ഇന്ന് നമ്മളിവിടെ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ സ്റ്റഫ്ഡ് പൊറോട്ട എന്ന് പറയും. ഈ സ്റ്റഫ്ഡ് പൊറോട്ട ശരിക്കും പറഞ്ഞാൽ എന്നാണെന്നറിയാമോ, ഫില്ലിങ് അകത്ത് വെച്ചേച്ച് പൊറോട്ട പോലെ കുഴച്ച് പരത്തി അതിനകത്ത് ഫില്ല് ചെയ്ത് ചുട്ടെടുക്കുന്ന ഒരു സാധനമാണ്. ഇത് വെജിറ്റേറിയൻ ആക്കാം അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ ആക്കാം. ഇപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന വെജിറ്റേറിയൻ സ്റ്റഫ്ഡ് പൊറോട്ടയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ആദ്യം നമ്മൾ ഇതിനകത്ത് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്നൊക്കെയാണ് വേണ്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം പൊറോട്ടയ്ക്കുള്ളതല്ല ഞാൻ പറയാൻ പോകുന്നത്, അതിനകത്ത് വെക്കാൻ പോകുന്ന ഫില്ലിങ്ങിൻ്റെ ഇൻഗ്രീഡിയൻസാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഞാനിവിടെ 2 കാര്യം വെച്ചിട്ട് സ്റ്റഫ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് മഷ്റൂമും ഒന്ന് പനീറും. അപ്പോൾ അതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സവാള, കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള, പിന്നെ വേണ്ടിയത് മഷ്റൂം ഈ പറഞ്ഞ പോലെ ടിന്നിൽ കിട്ടുന്ന മഷ്റൂം, ബട്ടൺ മഷ്റൂം മേടിക്കാം, അതല്ലെങ്കിൽ ഫ്രഷ് മഷ്റൂം മേടിക്കാം. പിന്നെ വേണ്ടിയത് പനീർ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ റെസിപ്പി എന്നാന്ന് വെച്ചാൽ ഹണി ഗ്ലേസ്ഡ് പനീറായിരുന്നു. അതിന് കുറച്ചുകൂടെ നീളത്തിലാണ് ഞാൻ അരിഞ്ഞേക്കുന്നത്. പക്ഷേ ഇത് കുറച്ചുകൂടെ കുഞ്ഞു കുഞ്ഞു സ്ക്വയർ ഷേപ്പായിട്ട് അരിഞ്ഞേച്ചാൽ മതി. അത് പനീർ. പിന്നെ വേണ്ടിയത് ടൊമാറ്റോ ഒരെണ്ണം മതി, അത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അതും. പിന്നെ വേണ്ടിയത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഉള്ള പേസ്റ്റ്. ഒന്നെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും, അല്ലെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് അരിഞ്ഞ് വെച്ചാലും മതി. പിന്നെ വേണ്ടിയത് മല്ലിയില, കുറച്ച് കറിവേപ്പില. പിന്നെ വേണ്ടിയത് ടൊമാറ്റോ സോസ്, പച്ചമുളക് എരിവനുസരിച്ച്. ഇതിന് ഏറ്റവും കൂടുതൽ മുന്നേ നിൽക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ഇതിനും കുരുമുളക് പൊടിയും പച്ചമുളകുമാണ് മുമ്പ് നിൽക്കുന്നത്. അതിന് എരിവ് എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. പിന്നെ എന്നാൽ ഇച്ചിരി സ്വീറ്റ്നെസ്, അതായത് ആ എരിവ് കുറയ്ക്കുന്നതിനാണ് ഞാൻ ഈ സോസ് ചേർക്കുന്നത്. പിന്നെ വേണ്ടിയത് മഞ്ഞൾപ്പൊടി, പിന്നെ ക്യാപ്സിക്കം, നമ്മുടെ സ്വാദനുസരിച്ച് ഉപ്പ്. ശരിക്കും പറഞ്ഞാൽ ആ 3 സോസും വേണം, സോയാ സോസും ചില്ലി സോസും പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസും. ഇത് ശരിക്കും ഞാൻ അത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോണ്ടല്ലോ, വീട്ടിലുണ്ടാക്കുമ്പോൾ സ്റ്റഫ് ചെയ്യുന്നത് ശരിക്കും മീറ്റ് നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെച്ച് അല്ലെങ്കിൽ ഇറച്ചി ഒലത്തുമ്പോൾ ഒക്കെ ഉണ്ടാക്കുന്ന കൂട്ടുണ്ടല്ലോ, അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്നാന്നോ, പിള്ളേർക്കൊക്കെ ഇഷ്ടം കുറച്ചുകൂടെ ഒരു ചൈനീസ് ആണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്നാൽ അതും കൂടി ഇതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്ത് ഏതാണ്ടൊക്കെ എന്നാ പറയുന്നത് ഒരു ഫ്യൂഷൻ പോലെയൊക്കെ ട്രൈ ഔട്ട് ചെയ്തൊരു പൊറോട്ട ആയത്. ഇത് വലിയ മെനക്കേടൊന്നുമില്ല, പക്ഷേ എന്നാൽ ഇച്ചിരി മെനക്കേട് ഉണ്ടതാനും, എന്നാൽ കഴിക്കാൻ നല്ല സ്വാദാട്ടോ. ഇതല്ല നമുക്ക് ഈ പൊറോട്ടയ്ക്കകത്തോട്ടൊന്ന് വെക്കാണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് എന്നാ പറയുന്നത്, നമുക്ക് കറിയായിട്ട് ചപ്പാത്തിയുടെ കൂടെ തിന്നുകയും ചെയ്യാം. പക്ഷേ ഇതിനകത്ത് ഇച്ചിരി ഡ്രൈ ആയി, ഇതൊരു ഗ്രേവി ഐറ്റം അല്ല. ഇതിന് പക്ഷേ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് വെറും റൈത്ത മാത്രമേ ഉള്ളൂ. അത് മാത്രം അതിന് കോമ്പിനേഷൻ വരുന്നത്. കാരണം എന്നാന്ന് വെച്ചാൽ എന്നാണെന്നറിയാമോ, ഒന്നാമതേ സ്റ്റഫ്ഡ് പൊറോട്ടയാണ്, അപ്പോൾ അതിനകത്ത് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഉണ്ടതാനും പ്രത്യേകിച്ച് നമുക്ക് വേറെ ഒരു കറിയായിട്ടോ അങ്ങനെയൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ റൈത്ത മാത്രം മതി എന്ന് പറഞ്ഞേ. ഈ വർത്താനം പറഞ്ഞുകൊണ്ട് നിന്നാൽ ഒക്കുകയല്ലോ, നമുക്ക് കറി ഉണ്ടാക്കണ്ടേ. ഇതിന് നമുക്ക് വെജിറ്റബിൾ ഓയിലോ വെളിച്ചെണ്ണ വേണ്ട. കാര്യം എന്നാണെന്നറിയോ, ഒരു ഫ്യൂഷൻ കറിയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അന്നേരത്തേന് ഈ പറഞ്ഞ കൂട്ട് വെജിറ്റബിൾ ഓയിലോ, പിന്നെ ഇവിടെ ഇപ്പം ഞാൻ വെജിറ്റബിൾ ഓയിലാണ് എടുത്തേക്കുന്നത്, അതാ കുറച്ചുകൂടി ടേസ്റ്റ്. വെളിച്ചെണ്ണ വേണ്ട. പനീർ ബേസിക്കലി അതിൻ്റെ ഒരു ഇതെന്നാന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ അതിനൊരു ഇച്ചിരി ഹാർഡ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്നാ ചെയ്യേണ്ടത്, അതിനെ ഒന്ന് നമുക്ക് വറുത്തെടുക്കണം. അതായത് അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് ഒന്ന് പോകണം. ഒത്തിരി നമ്മൾ ഇന്നലെ വറുത്ത കൂട്ട് അങ്ങ് എന്നാ പറയുന്നത് ഒത്തിരി മൊരിച്ചങ്ങ് എടുക്കുകയൊന്നും വേണ്ട. അതിനെ ഒന്ന് എന്നാ പറയുന്നത് ആ 2 സൈഡും ഒന്ന് മൊരിഞ്ഞ് കിട്ടിയേച്ചാൽ മതി. ശരിക്കും ഈ പനീറൊക്കെ ഉണ്ടല്ലോ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളേ. ഞാൻ എന്നാ പറയുന്നതെന്നറിയോ, ശരിക്കും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കുവാന്നേൽ കഴിയുന്നതും നമ്മളെല്ലാവരും വീട്ടിൽ തന്നെ എല്ലാ ഭക്ഷണവും ഉണ്ടാക്കണമെന്ന് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ട്രൈ ഔട്ട് ചെയ്ത് നോക്കൂ, പനീർ ശരിക്കും ഉണ്ടാക്കാൻ പറ്റും. വേറെ ഒന്നുമല്ല, നമ്മുടെ നല്ല പാല് മേടിച്ചേച്ച് അങ്ങോട്ട് പിരിക്കുക എന്ന് പറയുമ്പോൾ ചുമ്മാ നമ്മൾ എന്നാ പറയുന്നത്, പണ്ടൊക്കെ ഇച്ചിരി അങ്ങോട്ട് തന്നെ ഈ മഞ്ഞപ്പൊടിയോ മുളക് പൊടിയോ എന്നേലും ഒന്ന് തൊട്ടേച്ചാൽ മതി, ആ പാൽ അങ്ങോട്ട് വിരിയെന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പം അന്നേരം അങ്ങനെയൊന്നും വീണെന്നും പറഞ്ഞുകൊണ്ടൊന്നും പാല് വിരിയേല. അന്നേരം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇച്ചിരി നാരങ്ങ ഒരു മുറി നാരങ്ങ ഒക്കെ എടുത്തേച്ച് അതിനെ ഒന്ന് പിഴിയോ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വിനാഗിരി ഒഴിച്ചേച്ച് പിരിക്കാവുന്നേ ഉള്ളൂ. കുറച്ച് അതും കൂടെ നമ്മുടെ പാല് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അത് പിരിഞ്ഞ് നല്ലോണം
മാറും, വെള്ളവും പാലുമായിട്ട് തന്നെ മാറും. അതങ്ങോട്ട് ഒരു തുണിയെ കെട്ടിയിട്ടിട്ട് ഒരു വലിയ വെയിറ്റ് എടുത്ത് അതിൻ്റെ മേലോട്ട് വെക്കുക. ഈ പറഞ്ഞ കൂട്ട് വലിയ വെയിറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് അറിയാമോ, ഇതങ്ങോട്ട് ഒരു തുണിയെ കെട്ടിയിട്ടുണ്ടല്ലോ, ഇങ്ങനെ അങ്ങോട്ടൊന്ന് ഒറ്റ അമക്കും. അന്നേരം എന്നാ അതങ്ങ് ചപ്പിക്കോളും. അപ്പോൾ നിങ്ങളൊക്കെ ആയിരിക്കുമല്ലേ ഈ വണ്ണം വെച്ചുകൊണ്ട് അങ്ങോട്ട് അമക്കിയേച്ചാൽ മതി, അന്നേരം ചപ്പിക്കോളൂ എന്ന്. ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇല്ലെന്നുണ്ടല്ലോ നമ്മുടെ ചപ്പാത്തി കല്ല് എടുത്ത് എൻ്റെ കയ്യിലിരിക്കുന്ന ഇച്ചിരി മാർബിൾ ഷേപ്പിലുള്ള മാർബിളിലുണ്ടാക്കിയ കല, അതങ്ങോട്ട് വെയിറ്റ് എൻ്റെ കയ്യിലും വെയിറ്റ് എടുത്ത പനീറിൻ്റെ മേളിലോട്ട് അങ്ങോട്ട് വെച്ചാൽ നല്ല പനീർ കിട്ടും. നല്ലതായിട്ടൊന്നും മൂക്കല്ലേ, അതിൻ്റെ ആ ഒരു വാട്ടർ കണ്ടന്റ് പോയേച്ചാൽ മതി. ശ്രദ്ധിച്ചോണം, നമ്മൾ മൂക്കാൻ ഇടുമ്പോഴത്തേനൊന്ന് ശ്രദ്ധിച്ചോണേ. എന്നാന്നോ അത് ചിലപ്പം ഈ പറഞ്ഞ കൂട്ട് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അന്നേരം പനീറ ഇതിനൊന്നും ഒത്തിരി വേവൊന്നുമുള്ള കാര്യമൊന്നുമല്ല, വാട്ടർ കണ്ടന്റ് പെട്ടെന്ന് പോവും. അതുകൊണ്ട് നമ്മൾ അതിനെ നോക്കി തന്നെ അതിനെ മൊരിച്ചെടുക്കാവുള്ളൂ. ഞാൻ ശരിക്കും ഇപ്പോൾ വറുത്ത പനീറിനാണെങ്കിൽ ഇതിൻ്റെ വാട്ടർ കണ്ടന്റ് മുഴുവൻ പോയേ. അന്നേരം അവിടെ ഇവിടെ എങ്ങനെ അത് മനസ്സിലാക്കുന്നതെന്ന് അറിയാവോ, ശരിക്കും അവിടെ ഇവിടെ ഉള്ളൊരു നമ്മൾ വറുക്കാനിടുമ്പോഴത്തേന് അവിടെ ഇവിടെയുള്ള ഒരു പനീർ ഇങ്ങനെ ബ്രൗൺ കളറായി വരുവേ. അത് തന്നെയാണ് അതിൻ്റെ കണക്ക്. ഇനി ഈ എണ്ണയിൽ തന്നെയാണ്, വേറെ എണ്ണ മാറ്റണ്ട, ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഇച്ചിരി സവാള, ഈ വെക്കുന്ന കറിക്കുണ്ടല്ലോ നമ്മൾ സവാള ഈ പറഞ്ഞ പോലെ ഒരുപാട് മൂപ്പിക്കേണ്ട. ഇതിനും ഇച്ചിരി എന്നാ പറയുന്നത്, ഇച്ചിരി കടിക്കാനുള്ള ഒരു ഇത് വേണം. ഇതങ്ങോട്ട് വഴറ്റാനിട്ടേച്ച് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ പച്ചമുളക് എരിവ് അനുസരിച്ച് പച്ചമുളക് എടുത്തേച്ചാൽ മതി. പച്ചമുളക് ഇട്ട് കുറച്ചൊന്ന് വഴന്ന് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും തനിയായി ഇടുന്നതെങ്കിൽ അതിൻ്റെ പച്ചച്ചോവ മാറണം. എന്നാൽ ഈ പറഞ്ഞ കൂട്ട് അങ്ങ് വെന്ത് ചേരുകയും വേണ്ട. പക്ഷേ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ പേസ്റ്റാക്കി ഇടുന്നതെങ്കിൽ എന്നാ ചെയ്യുന്നോ അതിൻ്റെ ആ പച്ചച്ചോവയൊന്ന് മാറണം. ഇതിൻ്റെ പച്ചച്ചോവ അങ്ങോട്ട് മാറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി തീ അങ്ങോട്ട് കുറച്ച് വെച്ച് ആദ്യം നമുക്ക് സോയാ സോസ് എത്ര ഒഴിക്കേണ്ടതെന്ന് അറിയാവോ, അതിൻ്റെ റേഷ്യോ എന്നാന്ന് വെച്ചാൽ 3:1. അതായത് 3 സ്പൂൺസ് ഓഫ് ടൊമാറ്റോ സോസ് ആണെങ്കിൽ ചില്ലി സോസ് 2, സോയ 1. കാര്യം എന്താണെന്ന് വെച്ചാൽ സോയ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയ കിട്ടുവേ. അന്നേരം അത് നോക്കി വേണം അത് ഒഴിക്കാൻ. കട്ടി കൂടിയ സോയ സോസ് കിട്ടും, അതല്ല ലൈറ്റ് കളർ കിട്ടും, അതനുസരിച്ച് വേണം അത് ഒഴിക്കാൻ. സോസ് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ മഷ്റൂമിന് ഒത്തിരി വേവൊന്നുമില്ല, പക്ഷേ എന്നാലും ഇച്ചിരി വേവ് ഉണ്ട് താനും. എന്നാൽ നമുക്ക് വെള്ളത്തിൽ കിടന്ന് അതങ്ങോട്ട് വേവേണ്ട, കുറച്ചൊന്ന് വെന്താച്ചാൽ മതി. അതുകൊണ്ട് നമുക്ക് ഈ വെള്ളം തന്നെ മതി. ഇതിൻ്റെ കൂട്ടത്തിൽ എന്നാ ചെയ്യണമെന്നോ, വെള്ളം വേണ്ട എന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ അതിന് പകരം നമുക്ക് ഇച്ചിരി ടൊമാറ്റോ, സോസിന് 3നും ശരിക്കും പറഞ്ഞാൽ ഉപ്പുള്ള സോസാണ്. അതുകൊണ്ട് നമ്മൾ ഉപ്പിടുമ്പം കൂടെ കുറച്ച് ശ്രദ്ധിക്കണേ. കുറച്ച് ഞാനിപ്പോൾ ഇച്ചിരി ഉപ്പിടാൻ പോവുക, അതുകൊണ്ട് നമ്മൾ ഉപ്പിടുമ്പോഴും കുറച്ച് ശ്രദ്ധിക്കണം. ഇനി ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടിയും പച്ചമുളകിൻ്റെയും എരിവാണ് ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ടിയെന്ന് ഞാൻ പറഞ്ഞേ. അതുകൊണ്ട് ഇച്ചിരി എന്നാ പറയുന്നത്, കുരുമുളക് പൊടി ഒരു ഫ്ലേവർ വരത്തക്ക രീതിയിലുള്ള കുരുമുളക് പൊടി ഇടണം. ഇനി നമുക്ക് തീ അങ്ങോട്ട് സിമ്മാക്കി വെച്ചു ഇതിനെ ഒന്ന് വേവാൻ വിടണം. ഇപ്പോൾ നമ്മുടെ മഷ്റൂം വേവാൻ വെച്ചേക്കുമായിരുന്നു. ഇപ്പോൾ അത് നല്ലതായിട്ട് വെന്തെന്നാണ് എൻ്റെ വിശ്വാസം. നല്ലതായിട്ട് വെന്തു കേട്ടോ. ശരിക്കും നമ്മൾ ഇതിനെ ഒത്തിരി അങ്ങോട്ട് എന്നാ പറയുന്നത് ഗ്രേവി ആക്കി എടുക്കണ്ട. ഈ ഒരു എന്നാ പറയുന്നത് ഒരു പെരണ്ട് വന്ന പരുവാകുമ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്നില്ലേ പനീർ, അതിനകത്തിടണം.
പനീർ ഇളക്കിയതിന് ശേഷം ക്യാപ്സിക്കത്തിനും അധികം വേവില്ല, അതും കൂടെ കുറച്ചിടുക. ഇനി ഇത് കുറച്ച് നേരം അടച്ചിടണം. എന്നാന്നോ നമ്മുടെ ക്യാപ്സിക്കത്തിൻ്റെ ആ ഒരു ഫ്ലേവറേ ഈ കറിക്കകത്തോട്ടൊന്ന് ഇറങ്ങണം, അത്രയും മാത്രമേ ഉള്ളൂ. മാത്രമല്ല നമ്മൾ ഇട്ട പനീറില്ലേ, ആ പനീറിനും ഈ ഒരു നമ്മുടെ ഗ്രേവിയുടെ ഒരു എന്നാ പറയുന്ന ടേസ്റ്റ് ആ പനീറിലും പിടിക്കണം. ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവർ ഈ മസാലയൊക്കെ ഇറങ്ങുക വേണം. ഈ സമയം ഇത് എന്നാ പറയുന്ന മസാല ഒന്ന് പിടിക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഇതിൻ്റെ ബറോട്ടയുടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ വരാൻ പോകുന്ന ഗസ്റ്റ് ആരാ എന്താന്നൊക്കെ ഇപ്പം എന്നോട് ചോദിച്ചോണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ എന്നാ പറയാനാ, ഞാനൊക്കെ സ്കൂളിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ സോഷ്യൽ സ്റ്റഡീസ് ബുക്കിനകത്തൊക്കെ പഠിച്ചിട്ടേ ഉള്ളൂ അല്ലേ നമ്മൾ സയൻറ്റിസ്റ്റിനെ കുറിച്ചൊക്കെ. അത് മാത്രമല്ല ഈ പറഞ്ഞ കൂട്ട് ടി വി ഒക്കെ ഓൺ ആക്കുമ്പോഴത്തേനുണ്ടല്ലോ ഈ റോക്കറ്റിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ റോക്കറ്റ് മംഗളയാൻ ഒക്കെ പോയി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിഡ്ഢികളെ പോലെ കണ്ടുകൊണ്ടിരിക്കാനൊക്കെ എനിക്ക് അറിയത്തുള്ളായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ കൂട്ട് ആ ഒരു എന്നാ പറയുന്ന സാറ്റലൈറ്റ് വിടുന്ന സമയത്തും അത് എന്നതാ അതിൻ്റെ ബിഹൈൻഡ് ദ വർക്ക് എന്നുള്ളത് നമുക്ക് ആർക്കും ഒന്നിനെയും കുറിച്ച് ഒരു അറിവില്ല കേട്ടോ. എനിക്കില്ല, തീരെയില്ല, ഉള്ള സത്യം ഞാൻ പറയാം. പക്ഷെ നമുക്ക് അങ്ങനെ അങ്ങ് അറിവില്ല എന്നങ്ങ് പറഞ്ഞാൽ മതിയോ? ഒക്കത്തില്ല. അപ്പം നമുക്ക് ഇച്ചിരിയൊക്കെ അറിവ് വേണ്ടേ? അത് ശരിക്കും നമുക്ക് ഇച്ചിരി എന്നല്ല, ഒരു നല്ല അറിവ് തരാൻ വേണ്ടി തന്നെ നമുക്കിന്ന് ഇവിടെ ഒരു ഗസ്റ്റ് ഉള്ളത്. അദ്ദേഹം മറ്റാരുമല്ല, നമ്പി നാരായണൻ സാറാണ്. അദ്ദേഹത്തോട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ എന്നെ പോലത്തെ കുറേ എന്നാ പറയുക വിഡ്ഢികളെ പോലെ കുറേ അറിവില്ലാത്തവരുണ്ട്. അത് ഈ കുറേ അറിവുകൾ നമുക്ക് ലഭിക്കണം അദ്ദേഹത്തിൽ കൂടി. എന്തായാലും ഇപ്പം നമ്മൾ എന്നാ പറഞ്ഞ പെരളാൻ വെച്ച് നമ്മുടെ മസാല ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയും മതി. ഈ ക്യാപ്സിക്കത്തിൻ്റെയും പിന്നെ എന്നാ പറയുന്നത് അലങ്കരിക്കാൻ ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയിലയോ. ഞാനിപ്പോൾ എന്നാ പറയുക, കറിവേപ്പില ഇട്ടില്ലേൽ എനിക്ക് പറ്റിയല്ല, അതുകൊണ്ട് ഇച്ചിരി കറിവേപ്പില ഇടും, അതിൻ്റെ കൂടെ ഇച്ചിരി മല്ലിയിലേ. ഇനി ഞാൻ എന്നാ ബറോട്ടയ്ക്ക് എന്നൊക്കെയാണ് കുഴക്കേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. അതിപ്പോൾ എന്നാന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞല്ലേ നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് മൈദ ഉപയോഗിക്കരുത്. പക്ഷെ എന്നാലും നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുമ്പോൾ മൈദ ഉപയോഗിച്ച് അത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആട്ടയോ പിന്നെ എന്നാ ഗോതമ്പ് പൊടിയോ എന്നാലും ഒക്കെ ഉപയോഗിക്കാം. കാര്യം എന്നാണെന്നറിയോ, ഞാൻ പറയാൻ കാര്യം നമുക്ക് ആ സ്റ്റഫ്ഡ് ബറോട്ടയുടെ ടേസ്റ്റ് എന്നാന്നറിയണം എന്നുണ്ടെങ്കിൽ അത് മൈദയിൽ ചെയ്താലേ നമുക്ക് അറിയത്തുള്ളൂ. പിന്നെ ഹെൽത്ത് കോൺഷ്യസ് ആകുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് തിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ മാവ് അങ്ങോട്ട് മാറ്റിയാൽ മതി. ഇപ്പം ഞാനിവിടെ എന്നാ ചെയ്തേക്കുന്നതെന്നറിയോ, മൈദയിലാണ് കുഴച്ച് വെച്ചേക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കുഴച്ച് വെച്ചേക്കുന്ന മാവാണ്. പക്ഷേ എന്നൊക്കെ ചേർത്താൽ കുഴക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. മൈദ നമുക്ക് എത്ര അളവെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കുക. മൈദ വേണം. പിന്നെ ഇത് കുഴയ്ക്കുന്നത് വെള്ളത്തിലല്ല ഞാൻ കുഴച്ചേ, ഞാൻ ഇച്ചിരി പാല് ചേർത്താണ് കുഴച്ചത്. അതെന്നാന്നോ, മൈദയെ ഹെൽത്ത് കോൺഷ്യസ് അല്ല, അപ്പം ഹെൽത്തിനുള്ള ടിപ്പേ അല്ല മൈദ. അപ്പോൾ എന്നാ വെച്ചാൽ നമ്മൾ ഇച്ചിരി പാലൊക്കെ ചേർത്ത് അത് പിള്ളേർക്കൊക്കെ കൊടുക്കുന്നതല്ലേ, അന്നേരം ഇച്ചിരി പാലൊക്കെ ഇരുന്നാൽ നല്ലതാണ്. അപ്പം പാൽ എത്ര ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ നമ്മളൊരു മൈദ ഒരു ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് എത്ര വെള്ളം ഉപയോഗിക്കുന്നോ അതുപോലെ പാലെടുത്താൽ മതി. പിന്നെ ഒരു ഇച്ചിരി പഞ്ചസാര, അതിനകത്ത് ഒരു സ്വീറ്റ് വരാൻ വേണ്ടിയിട്ട് മാത്രം മാവിലൊരു ഇച്ചിരി പഞ്ചസാര, ഒത്തിരി ഒന്നുമല്ല, ഈ പറഞ്ഞോട്ട് 1/4 സ്പൂൺ വല്ല ഇട്ടേച്ചാൽ മതി. പിന്നെ നമ്മുടെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് കുഴയ്ക്കുമ്പോഴത്തേക്ക് എന്നാ ചെയ്യേണ്ടതെന്നറിയാവോ, ശരിക്കും നമ്മളൊരു പാത്രത്തിനകത്തൊട്ടിട്ട് ഞാൻ ശരിക്കും ചെയ്യുന്നതെന്നാന്ന് വെച്ചാൽ പാത്രത്തിനകത്തൊട്ടിട്ടൊന്നും കുഴക്കുകയല്ല. അതിന് പകരം എന്നാ വെച്ചാൽ നമ്മുടെ വീട്ടിൽ പാതാമ്പറമൊക്കെ ഇല്ലേ, അതിൻ്റെ പുറത്തോട്ട് നല്ലതായിട്ട് അങ്ങോട്ട് തുടച്ചേച്ച് ഇത് കുഴയ്ക്കണം. ആദ്യം നമ്മളൊന്ന് എന്നാ പറയുന്നത് പുട്ടിന് നനയ്ക്കുന്ന കൂട്ട് അങ്ങോട്ട് നനച്ചേച്ച് ഇത് പാതാമ്പറത്തിലോട്ട് തട്ടിയിട്ട് നല്ലതായിട്ട് എത്ര നല്ലതായിട്ട് കുഴയ്ക്കാൻ പറ്റുന്നോ അത്ര സോഫ്റ്റായിട്ട് കുഴച്ച് വെച്ച് ഒരു മിനിമം 1 hour കുഴച്ച് ആ മാവ് വെച്ചേക്കണം. അങ്ങനെ വെച്ച മാവാണ് ഞാനിവിടെ കുഴച്ച് വെച്ചേക്കുന്നത്. ഇത് അവിടെ അങ്ങനെ ഇരിക്കട്ടെ. ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ നമ്മളൊരു റൈത്തയുടെ കാര്യം പറഞ്ഞില്ലേ, ഇതിന് മുന്നേ നമ്മൾ ചെയ്താൽ ഏതാണെന്നറിയോ, നമ്മുടെ വെജിറ്റബിൾ ബിരിയാണിയുടെ കൂടെ നമ്മൾ ചെയ്തതാന്നേ. അത് പക്ഷേ എന്നാ ചിലരൊക്കെ എന്നോട് പറഞ്ഞു അത് അങ്ങോട്ട് ശരിയായില്ല ചേച്ചി, ഒന്നുകൂടെ ഒന്ന് പറയണമെന്നൊക്കെ പറഞ്ഞു. അന്നേരം ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. അന്നേരം ഇനിയിപ്പോൾ തെറ്റിക്കല്ലേ. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു ബൗളെടുത്ത് എടുത്തേച്ച് അതിനകത്തോട്ട് ഉള്ളി, അത് കഴിഞ്ഞ് അതിനകത്തോട്ട് സലാഡ് കുക്കുംബർ. ഇപ്പം എന്നാ ചോദിച്ചാൽ അരയ്ക്കാനുള്ളതാണ്.
പച്ച തേങ്ങ ആണെങ്കിൽ അതല്ല, ഉണക്കത്തേങ്ങ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അങ്ങനെ വിഷമമൊന്നും വേണ്ട. പക്ഷേ പച്ചത്തേങ്ങയ്ക്കാണ് ഞാൻ എപ്പോഴും തേങ്ങ എടുക്കുമ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. തേങ്ങയും പച്ചമുളകും. തൈര്. ഇപ്പം നമ്മുടെ സാലഡായി. നമ്മുടെ എന്നാ പറയുന്നത്, മഷ്റൂമും പനീറും കൂടെ ചേർത്ത ഒരു മസാലയായി കഴിഞ്ഞു. ഇനിയാണ് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഇതിൻ്റെ സ്റ്റഫിങ്, അതായത് ബറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കണ്ടേ, അതിൻ്റെ സ്റ്റഫിങ് എങ്ങനെയാണ്, ഇതെല്ലാം നോക്കണം. അത് ഞാനെന്നല്ല, എനിക്ക് തോന്നുന്നു എൻ്റെ അറിവിലുള്ള മിക്ക ചേച്ചിമാരും അമ്മമാരെ പറയുന്നില്ല, ചേച്ചിമാരൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിന് എന്നാന്ന് വെച്ചാൽ ചപ്പാത്തിയുടെ വലിപ്പമല്ല, ഉരുളയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ അത്രയും വലിപ്പമല്ല, എന്നാൽ പൂരിയുടെ അത്രയും ചെറുതുമല്ല, അതിൻ്റെ ഒരു ഇടയിൽ നിൽക്കുന്ന ഒരു പരുവ. ബറോട്ടയുടെ മാവ് നമ്മൾ എത്ര സോഫ്റ്റായിട്ട് കുഴയ്ക്കുന്നോ അത്രയും സോഫ്റ്റായിട്ടേ നമ്മുടെ ബറോട്ട വരത്തുള്ളൂ. അതുകൊണ്ട് ആ കുഴയ്ക്കുന്ന രീതിയിലാണ് ആ ബറോട്ടയുടെ സക്സസ്. പിന്നെ ഈ ബറോട്ട പരത്തുമ്പോൾ ഉണ്ടല്ലോ, എപ്പോഴും എത്ര തിന്നാക്കാൻ പറ്റുമോ അത്രയും തിന്നാക്കണം. കാര്യം ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നില്ലേ, ഓ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബറോട്ടയുടെ അകം വേവോ സൈഡ് വേവോ എന്നൊക്കെ തോന്നും. പക്ഷേ ഇല്ല, അകമൊക്കെ നല്ലതായിട്ട് വെന്തോളും. അതെന്നെ എത്ര തിന്നാക്കി പരത്താവോ അത്രയും തിന്നാക്കി പരത്തുന്ന ഏറ്റവും നല്ലത്. പാൻ നല്ലതായിട്ട് ചൂടാവണം. പിന്നെ എന്നാന്ന് വെച്ചാൽ, ബറോട്ട നമുക്ക് ചുട്ടെടുക്കാനായിട്ട് എണ്ണ ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ എന്നതേലും. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്നാ പറയുന്നത്, ഡാൽഡയോ എന്നേലും ഉണ്ടെങ്കിൽ അത് തൊട്ട് കൂത്തേച്ച് അങ്ങോട്ട് ചുട്ടേച്ചാൽ മതി. ഇത് ശരിക്കും ചുട്ടെടുക്കുമ്പോൾ ഉണ്ടല്ലോ, എപ്പോഴും നോക്കേണ്ട കാര്യം എന്നാന്ന് വെച്ചാൽ, പാനിലോട്ട് ഇടുമ്പോൾ തന്നെ നമ്മൾ അതിനകത്ത് എണ്ണ തൂക്കുകയോ എന്നാന്ന് വെച്ചാൽ ചെയ്താലേ അത് സോഫ്റ്റ് ആവത്തുള്ളൂ. ഇവിടെ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് കുറച്ച് ഡാൽഡയാണ്, അത് തൂത്തേച്ചാണ് ഞാനിപ്പം ചുടാൻ പോകുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റഫ്ഡ് ബറോട്ട. ഇനിയിപ്പം എന്നാന്ന് വെച്ചാൽ, നമുക്ക് ഈ സ്റ്റഫ് ഞാൻ പറഞ്ഞില്ലേ, വെജ് ആക്കാം നോൺ വെജ് ആക്കാം, ഏത് വേണേലും ചെയ്യാം. എന്തായാലും ഇതെല്ലാം റെസിപ്പി, ഞാൻ പറഞ്ഞ റെസിപ്പീസൊക്കെ എല്ലാവരും ഉണ്ടാക്കി ട്രൈ ഔട്ട് ചെയ്തിട്ട് അറിയിക്കണം, വിവരങ്ങൾ അറിയിക്കുക.